ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. മാധവമാസമായ ഈ വൈശാഖ പുണ്യത്തിൽ ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമന് നാരായണീയത്തിൽ ദശകം 20 ഋഷഭ യോഗീശ്വര ചരിതം ശ്ലോകം 7, 8, 9, 10. ശ്ലോകം 7. നവാഭവൻ യോഗി വരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഗണ്ഡാൻ സൈകാത്തുശീതിസ്തവശേഷപുത്രാഃ തപോബലാദ് ഭൂസുരഭൂയം ഈയുഃ. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ 9 പേർ യോഗികളായി തീർന്നു. അവർ നവയോഗികളെന്ന പേരിൽ അറിയപ്പെട്ടു. ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ നവയോഗികളെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ 9 പേർ ഭാരതവർഷത്തിൻ്റെ ഭാഗങ്ങളെ പരിപാലിച്ചു. ബാക്കി 81 പേർ തപസിദ്ധി കൈവരിച്ച് ബ്രാഹ്മണ്യം പ്രാപിച്ചു. നവയോഗികൾ കവിർഹരിരന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായനഃ ആവിർഹോത്രോളധ ദ്രുമിളച്ചമസ കരഭാജന കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായൻ ആവിർഹോത്രൻ ഭൂമിളന് ചമസൻ കരഭാജൻ. ശ്ലോകം 8. ഉക്താസുദേഭ്യോദമുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗതപാരമഹംസ്യവൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം. അനന്തരം ഋഷഭദേവനായി അവതരിച്ച അങ്ങ് മഹർഷിമാരുടെ സമൂഹത്തിൽ വച്ച് പുത്രന്മാർക്ക് വിരക്തി വരുന്നതിനും ഭക്തി ഉണ്ടാകുന്നതിനുമുള്ള മുക്തിമാർഗം ഉപദേശിച്ചു കൊടുത്തിട്ട് സ്വയം പരമഹംസവൃത്തി സ്വീകരിച്ച് ജഡൻ, പിശാച്, ഭ്രാന്തൻ എന്നിവരെ പോലെയുള്ള പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞുകൂടി. ശ്ലോകം 9. പരാത്മഭൂതോ അഭിപരോപദേശം കുർവൻ ഭവാൻ സർവനിരാസ്യമാനഃ വികാരഹീനോ വിചചാര കൃഷ്ണാം മഹീമഹീനാത്മാരസാഭിലീനഃ. അവിടുന്ന് പരമാത്മസ്വരൂപനായിരുന്നിട്ടും പരോപകാര തൽപരനായി മറ്റുള്ളവർക്ക് ആത്മജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ട് സർവരാലും തിരസ്കരിക്കപ്പെട്ടവനായി നിർവികാരനായി പൂർണ്ണമായി പരമാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് കൃതകൃത്യതാഭാവത്തോടെ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ചു. ശ്ലോകം 10. ശയോവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യ പരം സ്വരൂപം ഭവാഹൃദാംഗകുടകാചലിത്വം താപാൻ മമാപാഗുരുവാദനാഥ. സ്വന്തം ജീവിതം നിലനിർത്തുന്നതിന് പോലും ശ്രമിക്കാതെ പാമ്പ് ഒരിടത്ത് വെറുതെ കിടക്കും. എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടും. അതുപോലെ അവിടുന്ന് പെരുമ്പാമ്പിനെ പോലെയുള്ള വ്രതം കൈക്കൊണ്ട് പക്ഷി മൃഗാദികളുടെ ജീവിതചര്യ അനുഷ്ഠിച്ച് വളരെ കാലം കഴിഞ്ഞ് ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട് കുടജാദ്രിയിലെ വനത്തിൽ ദേഹം ദഹിപ്പിച്ചു. ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ തീർത്ത് രക്ഷിക്കണമേ.
നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ അടുത്ത ഭാഗം ദശകം 21 നവവർഷങ്ങളും സപ്തദീപാദികളും പാരായണം തുടരും നാളെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.